വെള്ളയപ്പം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് 2 ഗ്ലാസ് പച്ചരി കുതിർത്ത് വെച്ചതാണ്. ഇത് കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. ഇത് 4 മണിക്കൂർ കുതിർത്ത് വെച്ച പച്ചരിയാണ്. പിന്നെ 2 ഗ്ലാസ് പച്ചരിക്ക് 1 ഗ്ലാസ് ചോറ് എടുത്തിട്ടുണ്ട്. ഇത് വെള്ളരി ചോറാണ്. ഏത് ചോറായാലും കുഴപ്പമില്ല. ഞാൻ എടുത്തിട്ടുള്ളത് വെള്ളരി ചോറ്. പിന്നെ 1 മുറി തേങ്ങ കൂടുന്നതനുസരിച്ചിട്ട് ടേസ്റ്റ് കൂടും. ഞാൻ 1 മുറി തേങ്ങ എടുത്തിട്ടുണ്ട്. പിന്നെ ഇതാണ് ഇതിന് പ്രധാനമായിട്ട് വേണ്ടത്. 3/4 ഗ്ലാസ് തേങ്ങ വെള്ളം. ഇത് ഇന്നലെ എടുത്ത് വെച്ച തേങ്ങ വെള്ളമാണ്. തേങ്ങ വെള്ളത്തിൽ 3/4 ഗ്ലാസ് തേങ്ങ വെള്ളത്തിൽ 1 ടേബിൾ സ്പൂൺ പഞ്ചസാര ഇട്ടിട്ട് മിക്സ് ചെയ്തിട്ട് വെച്ചതാണ്. അത് ഇന്നേക്ക് കുറച്ച് പുളിച്ച് വന്നിട്ടുണ്ട്. അപ്പോൾ ഇത്രയും ചേർത്തിട്ട് നമുക്ക് അരച്ചെടുക്കാം. അരി മിക്സിയുടെ ജാറിലിട്ട് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ചോറ് ചേർത്ത് കൊടുക്കാം. ചോറ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് തേങ്ങയും ചേർത്ത് കൊടുക്കാം. തേങ്ങ ചേർത്ത് കൊടുത്തു. ഇനി നമുക്കിതിലേക്ക് പുളിപ്പിച്ച് വെച്ച തേങ്ങ വെള്ളം ഒഴിച്ചു കൊടുക്കാം. നൈസായിട്ട് അരി അരച്ചെടുത്തിട്ടുണ്ട്. ഞാൻ അരി അരക്കുന്ന സമയത്ത് ഇതിൽ 1.5 ഗ്ലാസ് വെള്ളം കൂട്ടീന്. 3/4 ഗ്ലാസ് തേങ്ങ വെള്ളം, 1.5 ഗ്ലാസ് വെള്ളം. ഇനി നമുക്കിതൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം. അരിമാവ് ഒരു പാത്രത്തിലേക്ക് മാറ്റി കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് കൈ വെച്ചോ അല്ലെങ്കിൽ തവി വെച്ചോ നന്നായിട്ട് മിക്സ് ചെയ്യണം. ഞാൻ തവി വെച്ചാണ് ഇത് മിക്സ് ചെയ്യുന്നത്. ഇതിലേക്ക് ആ വെള്ളം അല്ലാണ്ട് വേറെ വെള്ളമൊന്നും ചേർത്ത് കൊടുത്തിട്ടില്ല. ഇതാ ഇതുപോലെ അരച്ചെടുക്കണം. ഇനി നമുക്കിത് ഒരു 8 മണിക്കൂർ പൊങ്ങാൻ വേണ്ടിയിട്ട് വെക്കാം. നമ്മളിപ്പോൾ രാത്രിയിൽ അരച്ച് വെച്ച് കഴിഞ്ഞാൽ രാവിലെ ചുട്ടെടുക്കാം. അതുപോലെ അതിപ്പോൾ 10 മണിക്കൂറാവാം. കുറഞ്ഞത് ഒരു 8 മണിക്കൂർ എന്തായാലും വെക്കണം. എന്നാലേ നന്നായി ഒളിച്ചു പൊങ്ങി വരും. ഇനി മിക്സിയുടെ ജാറിൽ ഒട്ടിപ്പിടിച്ചിട്ടില്ലേ അരിമാവെല്ലാം നമുക്ക് കഴുകിയിട്ട് ഒരു പാത്രത്തിൽ എടുത്തു വെക്കാം. ഇത് അതിലേക്ക് ചേർക്കണ്ട. ഇത് നമുക്ക് വേറൊരു പാത്രത്തിൽ എടുത്തു വെക്കാം. ഇനി നമുക്കിത് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. ഇന്നലെ അരച്ച് വെച്ച അരിമാവ് നന്നായി പൊങ്ങി വന്നിട്ടുണ്ട്. നല്ല കുമിളയായിട്ടുണ്ട് കണ്ട. ഇനി നമുക്കിതിലേക്ക് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇത് ഇന്നലെ നമ്മൾ അരച്ച് കഴിയുമ്പോൾ മിക്സി കഴുകിയിട്ട് വെള്ളം ഉണ്ടായിട്ടേ അതിൻ്റെ അടിയിൽ അരിമാവ് ഉണ്ടാവും. മേലത്തത് ഊറ്റി കളഞ്ഞിട്ട് അടിയിലത്തെ വെള്ളം എടുക്കാം. ഇതിലേക്ക് പൊടിയുപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഞാൻ. വേണമെങ്കിൽ നമുക്കൊരു 1/4 സ്പൂണ് അപ്പക്കാരം ചേർത്ത് കൊടുക്കാം. കുറച്ച് ചേർത്ത് കൊടുത്താൽ മതി. ഇതാ 1/4 സ്പൂൺ അപ്പക്കാരം. 1/4 സ്പൂണും ഇല്ല, ഒരു നുള്ള് അപ്പക്കാരമുണ്ട്. ഇത് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായി യോജിപ്പിച്ചെടുക്കാം. ഇനി നമുക്കിത് അരിമാവിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇഷ്ടമില്ലാത്തവർ ചേർക്കണ്ട കേട്ടോ. അപ്പക്കാരെല്ലാവർക്കും വലിയ താല്പര്യമില്ലതല്ലല്ലോ. ഇഷ്ടമില്ലാത്തവർ ചേർക്കണ്ട. നല്ല സോഫ്റ്റായിട്ട് കിട്ടും. ഇനി എല്ലാം നന്നായിട്ട് യോജിപ്പിച്ചെടുക്കാം. നല്ല മണമാണ് ആ തേങ്ങ വെള്ളം, പുളിപ്പിച്ച തേങ്ങ വെള്ളത്തിൻ്റെ എല്ലാം മണം നല്ല മണമാണ്. തേങ്ങ വെള്ളത്തിന് പകരം ഈസ്റ്റ് ചേർത്തിട്ട് ഉണ്ടാക്കുന്നുണ്ട്. ഞാൻ തേങ്ങ വെള്ളം ചേർത്തിട്ട് തന്നെയാണ് സാധാരണ ഉണ്ടാക്കൽ. ഇനി നമുക്ക് അപ്പച്ചട്ടി ചൂടാക്കാം. ചൂടായി വരുമ്പോൾ അതിലേക്ക് മാവ് ഒഴിച്ച് ചുറ്റിച്ചു കൊടുക്കാം. മാവ് ഒഴിച്ച് ചുറ്റിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് അടച്ച് വെച്ച് വേവിച്ചെടുക്കാം. ഇതാ നല്ല ഇപ്പോൾ റെഡിയായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് അടത്തിയെടുക്കാം. ഇത് പെട്ടെന്ന് അടത്തിയെടുക്കാൻ പറ്റും. എന്താ നല്ല സൂപ്പർ വെള്ളയപ്പം റെഡി. ഇതൊക്കെ കടലക്കറിയുടെ കൂടി മുട്ടക്കറിയുടെ കൂടെ എല്ലാം കഴിക്കാൻ നല്ല സൂപ്പർ ടേസ്റ്റാണ്. കാണാൻ നല്ല ഭംഗിയില്ലേ. നല്ല ക്രിസ്പി ആയിട്ട് പുറത്തും അകത്തും നല്ല സോഫ്റ്റ്. അപ്പോൾ എല്ലാവരും ഇതുപോലെ ഉണ്ടാക്കി നോക്കണം. ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഓക്കെ, ബൈ ബൈ.